ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു ക്ലിപ്പ് ബോർഡ് നോട്ട് ഹോൾഡർ ഉണ്ടാക്കിയാലോ. പേരൊക്കെ വലുതാണ്, പക്ഷെ സംഗതി വളരെ എളുപ്പമാണ്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം, അതും വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട്. അപ്പോൾ വീട്ടിൽ കട്ടിയുള്ള കാർഡ്ബോർഡോ അല്ലെങ്കിൽ ഡയറിയുടെ പഴയ കവറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കവർ ഭാഗം ഒന്ന് കളഞ്ഞിട്ട് നമുക്കതിൽ പേപ്പർ ചുറ്റിയെടുക്കണം. പേപ്പറിന് വേണ്ട ഡിസൈനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഇഷ്ടമുള്ള ഡിസൈനൊക്കെ കൊടുത്ത് പേപ്പർ ഇങ്ങനെ വെച്ച് പശ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ പേപ്പറിൻ്റെ സൈഡുകൾ തമ്മിൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ സ്റ്റിക്കും യൂസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഒട്ടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അതിൻ്റെ മുകളിൽ നോട്ട്സ് എന്ന് എഴുതി കൊടുക്കാം. ഇനി നമുക്കതിനൊരു ബോർഡർ ഡിസൈനും കൂടെ വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിമ്പിളായിട്ടുള്ള പാറ്റേൺസ് ഒക്കെ വരച്ച് കൊടുത്താലും മതി. ഇനി വേണ്ടത് ഹുക്കുകളാണ്. നമുക്ക് വേണ്ട പേപ്പർ നോട്ട്സ് ഒക്കെ ഒന്ന് കൊളുത്തിയിടാൻ വേണ്ടിയിട്ട് 2 ഹുക്കുകൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മോളുടെ പഴയ വളയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ സ്ലൈഡുകളൊക്കെ എടുക്കാം. ഇത് ഞാനൊന്ന് വളച്ച് ഒരു ഹുക്കിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിന് 2-3 കാർഡ്ബോർഡ് ഷീറ്റൊക്കെ എടുത്ത് അതിനകത്ത് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് അതൊന്ന് ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലും കൂടെ ഒരു കാർഡ്ബോർഡ് എടുത്ത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഈ വളയുടെ കളറൊക്കെ പോയി ആകെ ഒരു വികൃതം ആയതുകൊണ്ട് അതിന് ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു ഗോൾഡൻ യെല്ലോ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഹുക്കിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള 2 സ്റ്റിക്കറും കൂടെ ഉണ്ടാക്കാം. ഒരേപോലത്തെ സ്റ്റിക്കർ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഉണ്ടാക്കി നമ്മൾ സെയിം സ്റ്റിക്കറിൻ്റെ പ്രോസസ്സ് വെച്ചിട്ട് മുകളിൽ ടേപ്പൊക്കെ ഒട്ടിച്ച് കട്ട് ചെയ്തെടുത്ത് ഇനി അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ആ 2 ഹുക്കുകളും നമ്മൾ ബോർഡിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ ഗ്ലൂ ഗൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യാം. അതൊന്ന് സ്റ്റാൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിലും കൂടെ ഒരു കാർഡ്ബോർഡ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ 2 സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കും. ഞാനിവിടെ ലാസ്റ്റ് ചെയ്തപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. ഇനി നമുക്ക് ബോർഡിൻ്റെ സൈസിനനുസരിച്ച് പേപ്പർ കട്ട് ചെയ്തെടുത്ത് ആ ഹുക്കിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഡെയിലി റിമൈൻഡേഴ്സോ കുഞ്ഞു കുഞ്ഞു നോട്ട്സോ കോഡ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതി ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.